ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ബി എസ് സിയുടെ മറ്റൊരു LP-UP ഇൻ്റർവ്യൂ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികൾ കഥാരചന നടത്തുമ്പോൾ ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കഥയ്ക്ക് കുട്ടികൾ നല്ലൊരു തലക്കെട്ട് നൽകിയിട്ടുണ്ടോ, നല്ല ആകർഷകമായ ഒരു തലക്കെട്ടാണോ നൽകിയിരിക്കുന്നത്, കൂടാതെ അനുയോജ്യമായ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടോ, ഭാഷയുടെ ഘടന വ്യക്തമാണോ, ഘടന ഓർഡറിലാണോ അത് നൽകിയിരിക്കുന്നത്, ആശയ വ്യക്തതയുണ്ടോ, പദം ക്രമമായിട്ടാണോ എഴുതിയിരിക്കുന്നത് എന്നിവയാണ് കഥാരചനയുടെ സൂചകങ്ങൾ. അടുത്തത് ചിത്രരചനയുടെ സൂചകങ്ങളാണ്. ചിത്രരചന നടത്തിക്കഴിഞ്ഞ ശേഷം അതിൽ ആശയ വ്യക്തതയുണ്ടോ, അനുയോജ്യമായ പെയിൻറ്റിംഗ് ആണോ, ആകർഷകതയുണ്ടോ, ചിത്രത്തിന് പൂർണ്ണതയുണ്ടോ എന്നീ കാര്യങ്ങൾ ചിത്രരചന നടത്തിയ ശേഷം ഉപയോഗിക്കുന്ന സൂചകങ്ങളാണ്. അടുത്തത് ആസ്വാദനക്കുറിപ്പാണ്. ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് കവിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ടോ, ആദ്യം കവിയെപ്പറ്റി എഴുതിയിട്ടുണ്ടോ, അതിനുശേഷം കൃതിയെക്കുറിച്ച് കുറച്ച് എഴുതിയിട്ടുണ്ടോ, അതിനുശേഷം കവിതയുടെ ആശയം എഴുതിയിട്ടുണ്ടോ, പിന്നീട് ഇഷ്ടപ്പെട്ട വരികൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നതാണ് ആസ്വാദനക്കുറിപ്പിൽ ഉപയോഗിക്കുന്ന സൂചകങ്ങൾ.